ശരണ്യ പൊയ്യേരി കൂടി ചേരുകയാണ് മലബാർ മേഖലയിൽ നിന്ന്. ഒപ്പം വയനാട്ടിൽ നിന്ന് ജോഷ്ലയുണ്ട്. ശരണ്യയിലേക്ക് പോയാൽ, ശരണ്യ, ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. മലബാർ പ്രദേശങ്ങളെ സംബന്ധിച്ച് എവിടെയൊക്കെയാണ് റെഡ് അലർട്ട് ഉള്ളത്, ഓറഞ്ച് അലർട്ട്, മറ്റ് ക്രമീകരണങ്ങൾ അടക്കമുള്ള സമഗ്രതയിലേക്ക് പോയാൽ? അജിംഷാദ്, നിലവിൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലകളിൽ ഇന്നലെ തന്നെ റെഡ് അലേർട്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ രാവിലെയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. കാരണം കോഴിക്കോട് ജില്ലയിൽ രാവിലെ മുതൽ തന്നെ കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചൊരു നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. എന്നാലും മഴ പൂർണ്ണമായും നിന്നു എന്ന് പറയാൻ കഴിയില്ല. ശക്തമായ മഴ തന്നെയായിരുന്നു രാവിലെ പുലർച്ചെ മുതൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. മലയോര പ്രദേശത്തും അതിശക്തമായ മഴ, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് വടകര, വിലങ്ങാട് ഭാഗങ്ങളിലൊക്കെ തന്നെയാണ്. കാരണം അവിടെയൊക്കെ ആശങ്കയോടെ തന്നെയാണ് ജനങ്ങൾ കഴിയുന്നത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ജാഗ്രതാ നിർദ്ദേശം അവിടെയുള്ള ജനങ്ങളിലേക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ക്യാമ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമ്പുകളിലേക്ക് അവിടെയുള്ള ആ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ്, നടപടിക്രമങ്ങളൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നാൽ ഡാമിൻ്റെ ഷട്ടർ തുറന്നു വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനടുത്തുള്ള പുഴകളെല്ലാം ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. അതിൻ്റെ അടുത്തുള്ള ജനങ്ങൾ മാറി താമസിക്കണം എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ കലക്ടർ രാവിലെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളോടെ ആണ് മുന്നോട്ട് പോകുന്നത്. തീരദേശ മേഖലയുടെ കാര്യവും ഒട്ടും മാറ്റമില്ല. ഇതേ രീതിയിൽ തന്നെയാണ്. കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യമാണ്. അതുകൊണ്ട് തീരദേശ മേഖലയുള്ളവരും കൂടുതൽ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. കടലിൽ ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണം, പൂർണ്ണമായും ഒഴിവാക്കണം. ബീച്ചിലേക്ക് പോകുന്ന സാഹചര്യം അറിയാം, കോഴിക്കോട് ബീച്ചാണ്. കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് ആൾക്കാർ രാത്രിയും പകലും എന്നുള്ള രീതിയിൽ എല്ലാവരും പോകുന്നതാണ്, ഇറങ്ങുന്നതാണ്. അപ്പം അത്തരം സാഹചര്യങ്ങൾ മഴയായതുകൊണ്ട് തന്നെ, അതിശക്ത മഴയായതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം